Hi friends, welcome back to Salem Learning. Welcome back to our English class. Okay, let me introduce myself. ഞാൻ ആദ്യം വരെ ഒന്ന് പരിചയപ്പെടുത്താം. എൻ്റെ പേര് അൻവറ എന്നാണ്. And here I am for teaching English. Okay, നിങ്ങൾ ഇംഗ്ലീഷ് പഠിപ്പിക്കാനാണ് എന്താ മിസ് ഇവിടെ വന്നിരിക്കുന്നത്. Okay, so by seeing the background picture, എൻ്റെ പിന്നിലുള്ള background picture കണ്ടാൽ തന്നെ നിങ്ങൾക്കറിയാം which chapter or which content we are going to do today. നമുക്കറിയാം നമ്മുടെ ഫസ്റ്റ് ചാപ്റ്ററിലെ who did Patrick's homework, ആരാണ് പേട്രിക്കിന്റെ ഹോംവർക്ക് ചെയ്തതെന്നുള്ള പാഠം നമ്മൾ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട്. സോ അതിനുശേഷം നമുക്ക് എന്താണ് ഒത്തിരി ക്വസ്റ്റ്യൻ ആൻസേഴ്സും അതേപോലെ അതിന്റെ ഒത്തിരി ആക്ടിവിറ്റീസും എന്താണ് ഇറ്റ് ഈസ് കമ്മിങ് ഇൻ അവർ ടെക്സ്റ്റ് ബുക്ക് അല്ലേ. അപ്പോൾ ആ ഒരു ആക്ടിവിറ്റീസും ക്വസ്റ്റ്യൻ ആൻസേഴ്സും ആണ് എന്ത് ചെയ്തത് നമ്മൾ വീഡിയോസിൽ ആദ്യമായിട്ട് ചെയ്യാൻ പോകുന്നത്. സോ ടുഡേ വി ആർ ഗോയിങ് ടു ഡീൽ വിത്ത് ദ ക്വസ്റ്റ്യൻ ആൻസേഴ്സ്. എന്താണ് who did Patrick's homework അല്ലേ. നമുക്കറിയാം who was Patrick and how was he, what was his problem and who was the elf, how the elf came into his home, ഇതൊക്കെ നമുക്കറിയാം അല്ലേ. അപ്പോൾ and what was the condition എന്താണ് which is made by the boy അല്ലേ. നമ്മുടെ പേട്രിക്ക് നമ്മുടെ എൽഫിന്റെ മുന്നിൽ വെച്ചിട്ടുള്ള കണ്ടീഷൻ വാട്ട് വാസ് ദാറ്റ്, അത് എന്തായിരുന്നു, ഇതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യമാണ്. ഓക്കെ, അപ്പം നമ്മൾ അവസാനം ആ ഒരു ചാപ്റ്ററിന്റെ അവസാനം ആകുമ്പോഴേക്ക് എന്താണ് നമ്മുടെ എൽഫ് ഹോംവർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ സ്ലോലി അവസാനം ആരിലേക്ക് എത്തിയത് പേട്രിക്കിലേക്ക് എത്തിയല്ലേ. അങ്ങനെ നമുക്കറിയാം അവസാനം ഓൾ ദ ഹോംവർക്ക് വർ ഡൺ ബൈ ആരാണ്, നമ്മുടെ പേട്രിക് ആണ്. അങ്ങനെ നമ്മുടെ കഥ കഴിഞ്ഞു കഴിഞ്ഞാൽ അല്ലേ എന്താണ് നെക്സ്റ്റ് നമ്മുടെ ചാപ്റ്ററിലുള്ളത് പിന്നെ എന്താണ് ഇറ്റ് ഈസ് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് അല്ലേ. ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആണ്. അപ്പോൾ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഹിയർ വി ഹാവ് 6 questions അല്ലേ. നമുക്ക് എത്ര ചോദ്യം തന്നിട്ടുണ്ട്, 6 ചോദ്യമാണ് ഇവിടെ തന്നിരിക്കുന്നത്. ഈ 6 ചോദ്യത്തിൽ വാട്ട് ഈസ് ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, എന്താണ് ആദ്യത്തെ ചോദ്യം നോക്കടാ. Patrick thought his cat was playing with a little doll, but it was really a man of the tiniest size, an elf. So, എന്താ അവിടുത്തെ question നോക്കാം. What did Patrick think his cat was playing with? What was it really? എന്താണ് പേട്രിക്ക് വിചാരിച്ചത്, നമ്മുടെ പൂച്ചക്കുട്ടി എന്താണ്, പൂച്ച എന്തിന്റെ കൂടെയാണ് കളിക്കുന്നത്, ആക്ച്വലി എന്തായിരുന്നു അത് എന്നാണ് ആദ്യത്തെ ചോദ്യം ഇവിടെ ചോദിച്ചിരിക്കുന്നത്. 2 question ആണ് ഇവിടെ ഉള്ളത് അല്ലേ. അപ്പൊ നോക്ക്, ആദ്യം നമ്മൾ എന്ത് എഴുതണം. Patrick thought his cat was playing with a little doll. പേട്രിക്ക് എന്താ വിചാരിക്കുന്നത്, അവന്റെ കാറ്റ് കളിക്കുന്നത് എന്താ ഒരു ചെറിയൊരു പാവക്കുട്ടിയുടെ കൂടെയാണ് എന്നാണ് പേട്രിക്കിന് എന്ത് ആദ്യം തോന്നിയത്. സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താ, വാട്ട് വാസ് ഇറ്റ് റിയലി, അത് ആക്ച്വലി എന്തായിരുന്നോ. ഇറ്റ് വാസ് റിയലി ദ ടൈനിയസ്റ്റ് സൈസ് ഓഫ് എൻ എൽഫ് അല്ലേ. എന്താണ് വളരെ കുഞ്ഞു സൈസുള്ളൊരു എൽഫ് ആയിരുന്നു എന്ത് പറഞ്ഞത്, സോറി ആ പൂച്ചയുടെ കൂടെ കളിച്ചുകൊണ്ടിരുന്നത്, അല്ലെങ്കിൽ ആ പൂച്ച തട്ടി കളിച്ചുകൊണ്ടിരുന്നത്. Now the second question is, why did the little man grant Patrick a wish? എന്തുകൊണ്ടാണ് നമ്മുടെ ലിറ്റിൽ മാൻ പേട്രിക്കിന് ഒരു അവസരം കൊടുത്തത്, അതായത് നിനക്ക് എന്ത് ചെയ്യാം, നിന്റെ ഒരു ആഗ്രഹം എന്ത് ചെയ്യാം, നിനക്ക് പറയാം, ഞാൻ എന്ത് ചെയ്യും, ഐ വിൽ ഫുൾഫിൽ ദാറ്റ്, ഞാൻ ആ ആഗ്രഹം എന്ത് ചെയ്യും, ഐ വിൽ ഡു ദാറ്റ്, ഐ വിൽ ഫുൾഫിൽ ദാറ്റ്, ഞാനത് നിനക്ക് ഫുൾഫിൽ ചെയ്തു തരും എന്ന് എന്തുകൊണ്ടാണ് എന്താ നമ്മുടെ എൽഫ് പറഞ്ഞത്, ആരോടാ പറഞ്ഞത്, പേട്രിക്കിനോട് പറഞ്ഞത് അല്ലേ. അപ്പൊ ഇവിടെ നോക്ക്, നമുക്ക് എങ്ങനെ ഹൗ കെൻ വി റൈറ്റ് ദ ആൻസർ ദേർ, നമുക്ക് എങ്ങനെ അത് എഴുതാൻ പറ്റും. Patrick saved the tiny man's life from the cat by not handing him back to the cat, so he promised to fulfill one of Patrick's wishes. നമുക്കറിയാം പേട്രിക് ആണ് എന്ത് ചെയ്തത്, നമ്മുടെ കുഞ്ഞു എൽഫിനെ പൂച്ചന്റെ കയ്യിൽ നിന്ന് എന്ത് ചെയ്തത്, രക്ഷിച്ചത്. അപ്പൊ പൂച്ചയുടെ കയ്യിൽ നിന്ന് രക്ഷിച്ച് പിന്നീട് പൂച്ചയ്ക്ക് കൊടുക്കാതിരിക്കാൻ അല്ലേ, അല്ലെങ്കിൽ കൊടുക്കാതെ നിന്ന സമയത്ത് നമ്മുടെ എൽഫ് പേട്രിക്കിനോട് പറഞ്ഞു, യു ക്യാൻ ടെൽ മീ, യു ക്യാൻ ഗ്രാൻഡ് മീ യുവർ വിഷ്, നിനക്ക് എന്ത് ചെയ്യാം, എൻ്റെ അടുത്ത് ഒരു ആഗ്രഹം നിൻ്റെത് പറയാം, ഐ വിൽ ഫുൾഫിൽ ദാറ്റ്, ഞാനത് എന്ത് ചെയ്യും, ഞാനത് നടത്തിത്തരും എന്ന് എന്ത് ചെയ്തു, നന്ദിയോടുകൂടി പറഞ്ഞു എൽഫ് അല്ലേ. അതാണ് എന്താ നമ്മുടെ പേട്രിക്കിന്റെ wish. Next one, what was Patrick's wish? ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ അല്ലേ. ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. വാട്ട് വാസ് ഹിസ് വിഷ് ആക്ച്വലി, എന്തായിരുന്നു നമ്മുടെ പേട്രിക്കിന്റെ വിഷ്, എന്തായിരുന്നു അവന്റെ ആഗ്രഹം, എന്താണ് അവൻ എലിഫിന് എട്ടിന്റെ പണി കൊടുത്തത്, ഏതായാലും രക്ഷിച്ചതല്ലേ കിടക്കട്ടെ എന്ന് ചോദിച്ച് 8ന്റെ പണി എന്ത് ചെയ്തു, നൈസായിട്ട് കൊടുത്തിട്ടുണ്ട്. ആൻഡ് വാട്ട് വാസ് ദറ്റ് പണി, എന്തായിരുന്നു ആ പണി അല്ലേ. ഇവിടെ നോക്കുക, പേട്രിക് ഹേറ്റഡ് ഡൂയിങ് ഹോംവർക്ക്. നമുക്കറിയാം പേട്രിക്കിനെ സംബന്ധിച്ച് ആകെയുള്ള എടുങ്ങാറ് അല്ലെങ്കിൽ ആകെയുള്ള ടഫ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആകെയുള്ള ഡിഫിക്കൽട്ട് ടാസ്ക് എന്ന് പറയുന്നത് ഇറ്റ് വാസ് ഡൂയിങ് ഹിസ് ഹോംവർക്ക്, അവന്റെ ഹോംവർക്ക്സ് ചെയ്യുക എന്നുള്ളതായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മുടെ എന്താണ് ഈ എൽഫ് എന്ത് ചെയ്തു, അവനോടൊരു ആഗ്രഹം പറയാൻ പറഞ്ഞപ്പോൾ അവൻ സഹായിക്കാന്ന് പറഞ്ഞപ്പോൾ 8ന്റെ പണി തന്നെ എൽഫിന് കൊടുത്തില്ലേ. Patrick wanted the little man to do all his homework till the end of the semester. അവന്റെ സെമിസ്റ്റർ എൻഡ് ചെയ്യുന്നത് വരെ, അവന്റെ ആ ഒരു സീസൺ എൻഡ് ചെയ്യുന്നത് വരെ, ആ ഒരു ടൈം പീരീഡ് എൻഡ് ചെയ്യുന്നത് വരെ, ആ സെമിസ്റ്റർ എൻഡ് ചെയ്യുന്നത് വരെ ഫുൾ ഹോംവർക്ക് ആരെയാണ്, the elf has to do his full homework, like complete homework. ആര് ചെയ്യണം, നമ്മുടെ എൽഫ് ചെയ്യണം എന്നായി ആര് പറയുന്നത്, നമ്മുടെ പാട്രിക് പറയുന്നത്. Which
was for 35 days. അവന്റെ സെമിസ്റ്റർ തീരാൻ ഇനി എത്ര ദിവസം ഉണ്ടായിരുന്നോ? It was remaining for 35 days. Okay, 35 ദിവസം എന്തുണ്ടാവും അവന്റെ സെമിസ്റ്റർ തീരാൻ വേണ്ടിയിട്ട് ഇനിയുമുണ്ട്. ആ 35 days the elf എന്താണ് പെട്ടു അല്ലേ? elf has to do എന്താണ് his homework. അതായിരുന്നു എന്താ പേട്രിക്കിന്റെ wish എന്ന് പറയുന്നത്. Now the next question, in what subjects did the little man need help to do Patrick's homework? ഏതൊക്കെ സബ്ജക്റ്റിലാണ് പേട്രിക്കിന് എന്ത് വേണ്ടത്? നമ്മുടെ ലിറ്റിൽ മാൻ അഥവാ നമ്മുടെ എൽഫിന്റെ സഹായം വേണ്ടി വന്നത്. സോ നോക്കാം ഇവിടെ എങ്ങനെ ഉത്തരം എഴുതാം നമുക്ക്. The little man needed Patrick's help in English. Okay, oh my god, ഇംഗ്ലീഷ് അവിടെ വില്ലൻ ആയിട്ടുണ്ട്. And mathematics, oh my god, കണക്ക് എല്ലായിടത്തും എന്താണ് വില്ലൻ തന്നെ അല്ലേ? So English, mathematics and human history. Hence he asked for Patrick's help while doing the homework on this subject. അപ്പോൾ ഈ സബ്ജക്ട്സിൽ എസ്പെഷ്യലി എന്ത് വേണം? നൈസ് ആയിട്ട് എന്ത് ചെയ്യണം? മുഴുവൻ ആര് ചെയ്യണം? നമ്മുടെ എൽഫ് ചെയ്യണം. സോ ഇംഗ്ലീഷും മാത്തമാറ്റിക്സും ഹ്യൂമൻ ഹിസ്റ്ററി എന്താണ്? ദീസ് സബ്ജക്ട്സ് വർ വെരി 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 ഡിഫിക്കൽട്ട് ഫോർ ആർക്ക്? നമ്മുടെ പേട്രിക്കിന് അല്ലേ? പേട്രിക്കിന് കണ്ണെടുത്താൽ കണ്ടുവിടാത്ത 3 വിഷയമായിരുന്നു എന്താ? ഇംഗ്ലീഷും മാത്സും ഹ്യൂമൻ ഹിസ്റ്ററി. അത് 3 എന്ത് വേണം? നമ്മുടെ എൽഫ് ചെയ്ത് കൊടുക്കണം. പാവം എൽഫിന്റെ മുഖം നോക്ക്. ആർക്കോ വേണ്ടി പാവം ഒരു പൂച്ചന്റെ പിന്നാലെ രക്ഷപ്പെട്ടതിന് അല്ലേ ഇത്രയും ചെയ്യേണ്ടി വന്നു. Now how did Patrick help him? എങ്ങനെയാണ് പേട്രിക് അവനെ ഹെൽപ്പ് ചെയ്തത്? നോക്കോ, Patrick sat beside the little man and stayed up late at night to guide him while doing the homework. Patrick എന്ത് ചെയ്തു? നമ്മുടെ എൽഫാണ് ഹോംവർക്ക് ചെയ്യുന്നതെങ്കിൽ കൂടി കംപ്ലീറ്റ് എന്ത് ചെയ്തു? അവന്റെ തൊട്ടടുത്തിരുന്ന് ത്രൂ ഔട്ട് നൈറ്റ് എന്ത് ചെയ്തു? ത്രൂ ഔട്ട് നൈറ്റ് എന്താ ചെയ്യുന്നത്? അവന് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുത്ത്, പുസ്തകം നോക്കി ഉത്തരം പറഞ്ഞു കൊടുത്ത്, ചോദ്യങ്ങൾ കണ്ടുപിടിച്ച്, റൈറ്റ് ആൻസർ, റൈറ്റ് ക്വസ്റ്റ്യൻ, റൈറ്റ് എന്താണ് പോയിന്റ്സ്, റൈറ്റ് everything ല്ലേ അവൻ എന്ത് ചെയ്തു? ഭംഗിയായിട്ട് എൽഫിന് പറഞ്ഞു കൊടുത്ത്. He brought books from the library and read those books to the little man. ലൈബ്രറിയിൽ നിന്നൊക്കെ എന്ത് ചെയ്തു? പുസ്തകങ്ങളൊക്കെ എടുത്തു കൊണ്ടുവന്ന് എന്ത് ചെയ്തു? നല്ല മൊഞ്ചിൽ എന്ത് ചെയ്തു? നമ്മുടെ എൽഫിന് അവൻ വായിച്ചു കൊടുത്തു. So he brought books from the library and read those books to the little man. Little man എന്ത് ചെയ്തു? അവൻ ആ ബുക്സ് ഒക്കെ എന്ത് ചെയ്തു? അവൻ ആ ബുക്സ് ഒക്കെ എന്ത് ചെയ്തു? ലിറ്റിൽ മാൻ അങ്ങ് കൊടുത്തല്ലേ. So this was the thing. Now the next question, the last question is, who do you think did Patrick's homework? The little man or Patrick himself? Give reasons for your answer. 2 questions we have here. Actually, who did the homework? And give the reason. നമുക്കറിയാം actually ഇവിടെ homework ചെയ്തത് ആരാണ്? It was not the little man but Patrick himself who did his homework, as the little man did not know anything about English, maths or human history. ഈ 3 സബ്ജക്റ്റിനെ കുറിച്ച് നമ്മുടെ എൽഫ് എന്താണ്? വട്ട സീറോയാണ്, വട്ടക്കുമ്പളങ്ങയാണ്, സീറോ ആയിരുന്നു. അപ്പൊ നമുക്ക് ഈ 3 വിഷയത്തെ കുറിച്ച് ഒരു വസ്തുവും അറിയാത്ത നമ്മുടെ എൽഫിനെ അത് പഠിപ്പിക്കാൻ വേണ്ടി എന്ത് ചെയ്തു? നമ്മുടെ പേട്രിക്ക് ലൈബ്രറി പോയിട്ട് പുസ്തകങ്ങൾ എടുത്തു കൊണ്ടുവന്നു, വായിക്കുന്നു, പഠിപ്പിക്കുന്നു, എല്ലാം ചെയ്തല്ലേ. അങ്ങനെ എല്ലാം ചെയ്ത സമയത്ത് ആക്ച്വലി പഠിച്ചൊന്നും ചെയ്തത് അപ്പൊ ആരാണ്? നമ്മുടെ പേട്രിക്ക് തന്നെയാണ്. പക്ഷെ പേട്രിക്ക് എന്ത് ചെയ്തില്ല? പേട്രിക്ക് അത് അറിയാതെ പോയല്ലേ. അപ്പൊ ആക്ച്വലി ദ ഹോംവർക്സ് വർ ഡൺ ബൈ പേട്രിക് ഹിംസെൽഫ് എന്ന് നമ്മൾ എഴുതണം. ഓക്കെ, നൗ ദ നെക്സ്റ്റ് വൺ നോക്കുക. ഇംഗ്ലീഷ്, മാത്സ് ഓർ ഹ്യൂമൻ ഹിസ്റ്ററി? പേട്രിക് ഹാഡ് ടു കൺസൾട്ട് എ ഡിക്ഷണറി, ഗൈഡ് ഹിം വിത്ത് മാത്സ് ആൻഡ് ഹെൽപ്പ് ഹിം ടു റീഡ് ടേം. അപ്പം നമ്മൾ എന്ത് ചെയ്തു? എൽഫിനും വലിയ ഉപകാരമൊക്കെ ഉണ്ടായി. എൽഫിനെ എന്ത് ചെയ്തു? വായിക്കാനൊക്കെ പഠിപ്പിച്ചു. അപ്പം ആക്ച്വലി കംപ്ലീറ്റ് ലൈബ്രറിയിൽ നിന്ന് ബുക്സ് ഒക്കെ എടുത്ത് കൊണ്ടുവന്നിട്ട് പഠിപ്പിച്ചത് ആരാണ്? പേട്രിക് ആണ്. അപ്പൊ ആക്ച്വലി ഇവിടെ പഠിച്ചതും എഴുതിയതും ഒക്കെ ആരാണ്? നമ്മുടെ പേട്രിക് ആണ്, അല്ലാണ്ട് നോട്ട് ദി എൽഫ്. എൽഫ് അല്ല. ഹോപ്പ് ദാറ്റ് ഇറ്റ് ഇസ് ക്ലിയർ ടു യു പീപ്പിൾ. അപ്പൊ നിങ്ങൾക്ക് എന്താണ് സംഭവം? ക്ലിയർ ആണെന്നാണ് മിസ് വിചാരിക്കുന്നത്. നമ്മൾ ആദ്യത്തെ ഒരു ഫസ്റ്റ് ആക്ടിവിറ്റി മാത്രമേ ഇപ്പോൾ ചെയ്തിട്ടുള്ളൂ. ദാറ്റ് വാസ് ദ Q&A സെക്ഷൻ അല്ലേ. നമ്മുടെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് എന്താണ്? പാർട്ടായിരുന്നു അത്. ഇതിനുശേഷം നമുക്ക് എന്തുണ്ട്? ഒത്തിരി ആക്ടിവിറ്റീസ്, ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് വരുന്നുണ്ട്, ഗ്രാമർ ആക്ടിവിറ്റീസ് വരുന്നുണ്ട് അല്ലെ, റൈറ്റിംഗ് പാർട്ട് വരുന്നുണ്ട്. സോ ദോസ് ഓൾ ക്വസ്റ്റ്യൻസ് വി വിൽ ബി ഡൂയിങ് ഇൻ അവർ നെക്സ്റ്റ് വീഡിയോ. സോ ബി വിത്ത് us. എന്ത് ചെയ്യുക? നിങ്ങളുടെ അടുത്ത വീഡിയോ ഒക്കെ ആയിട്ട് നിങ്ങൾ കാത്തിരിക്കുക. യൂസ്ഫുൾ ആയിട്ടുള്ള, നിങ്ങൾക്ക് എക്സാമിന് ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള, വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് ആയിരിക്കും ഇനി മുതൽ എന്ത് ചെയ്യുക? നിങ്ങളുടെ ചാനൽ അപ്ലോഡ് ആവുക. സോ എന്ത് ചെയ്യേണ്ടത് മറക്കണ്ട. ഇറ്റ്സ് മീ അൻവര ഫ്രം സാലം ലേണിംഗ്. താങ്ക് യു സോ മച്ച്.